കടലുകൾക്കപ്പുറമുള്ള ഇസ്രായേലിലെ ജെറുസലേമിന് ഒരു അപരനുണ്ട് ഇങ്ങ് തെക്കേ ഇന്ത്യയിൽ. ആ വാർത്ത കേട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. കാണാം കാഴ്ചകൾ. ദൈവം കാക്കും കടൽ തീരം. മണപ്പാട് തീരത്തേക്കുള്ള കവാടം കടന്നാൽ മറ്റൊരു ലോകത്തിലെത്തിപ്പെട്ട അനുഭൂതിയാണ്. കടൽ തീരത്ത് നിലകൊള്ളുന്ന വലിയൊരു മല, ഒരുപക്ഷെ മണൽക്കൂനയാണോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന രൂപം. അതിനു മുകളിൽ മനോഹരമായൊരു പള്ളി. പള്ളിയുടെ മുന്നിൽ ഇരുവശത്തുമായി അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന മാലാഖമാർ. രണ്ടായിരത്തി 2012 ഇറങ്ങിയ ഗൗതം വാസുദേവ മേനോന്റെ ചിത്രം നീതാനയൻ പൊൻവസന്തം, പിന്നെ 2013 മണിരത്നത്തിന്റെ കടൽ, പിന്നെ സിംഗം ഇറങ്ങുന്നു, അതായത് സിംഗം 2 ഇറങ്ങുന്നു, പിന്നീട് മദ്രാസ് കഫേ ഇറങ്ങുന്നു. അങ്ങനെ നിരവധി സിനിമകൾക്ക് പ്രധാന ലൊക്കേഷൻ ആയിട്ടുണ്ട് നമ്മുടെ ഈ മണപ്പാട് ബീച്ച്. കടൽ തീരത്ത് നിന്ന് മലയുടെ മുകളിലേക്ക് നീളുന്ന റോഡ്. മുകളിലെത്തിയാൽ ചുറ്റും കടലാണ്. പള്ളിക്ക് മുന്നിലായി വർഷങ്ങൾ പഴക്കമുള്ള വലിയൊരു കുരിശ് കാണാം. പള്ളിക്ക് പിറകിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ലൈറ്റ് ഹൗസും മറ്റൊരു കാഴ്ചയാണ്. ജെറുസലേമിന്റെ അപരനെന്ന് അല്ലെങ്കിൽ ചിന്ന യെറുസലേം എന്ന് വിളിക്കുന്നത് ഒട്ടനവധി കാരണങ്ങൾ കൊണ്ടാണ്. അതിൽ ഒന്നാണ് ഈ കാണുന്ന പള്ളികളെല്ലാം. ഈ പ്രദേശത്ത് മൊത്തമായി തന്നെ 14 പള്ളികളും അതോടൊപ്പം തന്നെ 27 കുരിശടികളുമുണ്ട്. ഈ കുരിശടിക്കൊക്കെ വർഷങ്ങൾ, അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. தண்ணி போன கிணறு இங்கே தான் பக்கத்தானே அந்த இருக்குல்ல அந்த கிணறு. இது 4 கிணறு இருக்கு. இல்ல 2 கிணறு தான் இருக்கு. ஒரு பெரிய கிணறு, ஒரு சின்ன கிணறு. அது குடிக்கிறதுக்கும் நல்லா இருக்கும் தண்ணி. உப்பே இருக்காது, ஃபுல்லா தண்ணி. கடல் இந்த பக்கத்தான் கடல். கடல்ல இதுல உப்பு இருக்கும். அந்த மலை ஊத்துல இருந்து வர்றதுனால அந்த தண்ணி வந்து ரொம்ப நல்ல தண்ணியா இருக்கு. அப்ப எல்லாரும் இந்த பக்கத்துல எல்லாரும் ஊர்ல உள்ள எல்லாரும் இந்த தண்ணியை தான் யூஸ் பண்றாங்க. താഴെയുള്ള വറ്റാത്ത കിണർ ആ നാട്ടിലെത്തുന്നവർക്ക് അത്ഭുതം തന്നെ. രണ്ട് സൈഡും കടല, ആൺകടലും പെൺകടലും ഈ നാട്ടിലെ വിളിക്കുന്ന പേര് കേട്ടോ. പക്ഷെ വെള്ളത്തിന് ഉപ്പിൻ്റെ ഒരു അംശം നമുക്ക് പൊട്ടിന് എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥ. അത് പക്ക ക്ലീൻ വെള്ളം. അതായത് ഈ പ്രശ്നം എല്ലാവരും, ഈ ഗ്രാമത്തിലെ എല്ലാവരും മൊത്തം പേരും കുടിക്കുന്ന ഈ വെള്ളം. കാരണം അമ്മമാരും അച്ഛന്മാരൊക്കെ കുടം ഈ ട്രോളിയിലാക്കി ഇങ്ങനെ കൊണ്ടുവരുന്നു, വെള്ളം എടുക്കുന്നു, പോകുന്നു. എന്തൊരു കാഴ്ച അറിയും, വല്ലാത്തൊരു കാഴ്ച. തിരുച്ചെന്തൂരിനടുത്തുള്ള ക്രിസ്തീയ ആത്മീയ കേന്ദ്രമാണ് മണപ്പാട്, കൂടെ വിനോദസഞ്ചാര കേന്ദ്രവും. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തത കൈവരിച്ച നാടാണ് മണപ്പാട്. 6ഓളം വിദ്യാലയങ്ങൾ, സ്വന്തമായി ടെന്നീസ് കോർട്ട്, പോസ്റ്റ് ഓഫീസ്, അതെല്ലാം തന്നെ വർഷം മുമ്പേ കൈവരിച്ചു ഈ നാട്. എന്തായാലും അതിസുന്ദരമായ ഒരു നാട് കാണാൻ പറ്റി. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. തൽക്കാലം വിട്ടേക്കട്ടെ. ബൈ.